ഈശോ ഇന്ന് അതിശക്തമായൊരു സന്ദേശം നമുക്കായി നൽകുകയാണ്. ഈശോ ഇന്ന് പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് നൽകിയൊരു സന്ദേശമാണ്: അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ പറയുന്ന ആൾ ആരാണെന്നുള്ളതിൻ്റെ വലിപ്പം വെച്ച് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂടുകയാണ്. അപ്പം നിങ്ങളോട് ഒരു പ്രധാനമന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയാം, ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു കോൺഫിഡൻസ് ആണ് അപ്പൻ നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ലൂക്കാസ് വിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്ന ഒരു ഭാഗമാണ്. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ചില സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന രീതി കാണുമ്പോൾ പോലും നമ്മൾ ഭയന്നു വിറയ്ക്കും. അത് ദൈവം ഇടപെടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മാനുഷിക തലത്തിൽ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ തലത്തിൽ നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എന്താണെന്നറിയോ? അതായത് നമ്മളെല്ലാവരും കർത്താവിൻ്റെ ആ കരത്തിനകത്തായിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും കർത്താവിനറിയാം. ഞാൻ ഈ ദിവസങ്ങളിൽ കടന്നുപോയൊരു കാര്യം, 2 വർഷം മുമ്പ് കർത്താവിൻ്റെ ഒരു അഭിഷിക്ത ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അപ്പം അന്ന് ഞാൻ അത് ഓർദ്ദേമേ അതൊക്കെ എങ്ങനെ സംഭവിക്കാനാണ്. പക്ഷേ ആ ഒരു മേഖല അതിനകത്തു കൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അന്ന് ആ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് സംഭവിക്കുമ്പോഴും ഓർത്തോളുക, കർത്താവ് ഇത് കണ്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിന്നെ പേര് ചൊല്ലി വിളിച്ചവനാണ് നിന്റെ ദൈവം. എന്നാ ദൈവത്തെ ഒന്ന് ആരാധിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ നിന്നോടൊപ്പമുണ്ട്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്റെ ദിവസങ്ങൾ എനിക്കറിയാം. അപ്പം ആരാണ് ദൈവം എന്ന് കണ്ടേ? നമ്മുടെ ദിവസങ്ങൾ ആൾക്കറിയാം, ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യം ആൾക്കറിയാം, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആൾക്കറിയാം. അപ്പം ഇതിൻ്റെ നടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ സാഹചര്യങ്ങളും കർത്താവിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്കും ഈ ഭൂമിയിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വർഗം ക്രമീകരിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളെ പോലും, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന വ്യക്തികളെ പോലും, അനുകൂലമായി നിൽക്കുന്നവരെ പോലും, ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ നമ്മൾ അവനെ ആരാധിക്കണം. ഇന്ന് ഈശോനെ നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. അവൻ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നു. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ യേശു മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നു. ഇന്നിവിടെ എഴുതപ്പെടുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ളിൽ അത്ഭുതം ചെയ്യുവാൻ യേശു മതിയായവനാണ്. അത്ഭുതം ചെയ്യുവാൻ യേശു മതിയായവനാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് ചെയ്യുന്നത്, ലണ്ടനിൽ ചെന്ന സമയത്ത് സ്ട്രീറ്റ് മിനിസ്ട്രിയുടെ ഇടയ്ക്ക് കർത്താവ് പെട്ടെന്ന് പറഞ്ഞു, വീഡിയോ എടുക്കുക, ഒരു ടോക്ക് കൊടുക്കാൻ. അപ്പം ആ സമയത്ത് പെട്ടെന്നൊരു പ്രേരണയിൽ എടുക്കുന്നതാണ് ഞാൻ ഈ നിങ്ങൾ കാണുന്ന ഈ വീഡിയോസൊക്കെ. അത് നമ്മളൊരു പ്ലാൻഡ് അല്ല, അത് ആ ഹോളി സ്പിരിറ്റിൻ്റെ പ്രേരണയിൽ എടുത്ത് ഇടുന്ന സമയത്ത് അത് കർത്താവ് ആഗ്രഹിക്കുന്നവരിലേക്ക് അത് റീച്ച് ചെയ്യുവാണ്. തകർന്ന മനുഷ്യരും തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നിങ്ങൾ ആരോപണ വിധേയരായിട്ട് ഹൃദയം തകർന്ന് നരകിച്ച് വിഷമിച്ച് മനുഷ്യനിങ്ങനെ അക്യൂസ് ചെയ്യുന്ന ആ ഭാരനിമിത്തം കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്തു നിന്നൊക്കെ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ ദൈവം മാനിച്ചു നിർത്തും. കർത്താവ് മാന്യത നൽകുന്നവനാണ്, കർത്താവ് അനുഗ്രഹിക്കുന്നവൻ. പറഞ്ഞേ, എൻ്റെ കർത്താവ് മാന്യത നൽകുന്നവനാണ്, എൻ്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവനാണ്, കർത്താവ് ഉയർത്തുന്നവനാണ്. ഇവിടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവ് പറയാം, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം എന്നതാന്നേ, ലോകം തരുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അത് എപ്പോൾ പോകും എപ്പോൾ വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കർത്താവ് തരുന്ന സമാധാനം നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങൾ നമ്മൾ അനുഭവിച്ചറിയുന്ന സമാധാനമാണ്. പിശാച് കവർന്നെടുക്കാൻ നോക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ഒരു സമാധാനത്തിന്. അപ്പം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക്, നെർവസ് ബ്രേക്ക് ഡൗൺ, മാനസിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവർക്ക് കർത്താവിനൊരു സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് നൽകുവാണ്. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ആ അസ്വസ്ഥതകളെ കർത്താവിൻ്റെ മുൾക്കിരീടത്തിലേക്ക് സമർപ്പിച്ച് കർത്താവിൽ നിന്ന് കടന്നു വരുന്ന വലിയൊരു സമാധാനമുണ്ട്. എ പീസ് ദാറ്റ് സർപാസസ് ഓൾ അവർ അണ്ടർസ്റ്റാൻഡിങ്.
ഞാനിന്നാളൊരു വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് ഒരു ഒരാഴ്ച മുമ്പ് ഒരാഴ്ചയില്ല കുറച്ച് ഒരു 1-2-3 ആഴ്ച മുമ്പ് ആ ഒരു കാര്യം വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലാവരും അത് വരുന്ന സമയത്ത് നമ്മൾ പേടിച്ച് വിറച്ച് നമുക്ക് മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് സംഭവം പോകേണ്ട ഒരു കാര്യം. പക്ഷേ ഇതുവരെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനം, കൊക്കൂൺ ഓഫ് പീസ്. ഇങ്ങനെ ദൈവത്തിന്റെ സമാധാനം വന്നിട്ട് ഇങ്ങനെ അങ്ങ് വലയം ചെയ്തിരിക്കും. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ദൈവം ഇതെന്നാ ഭയങ്കര സമാധാനം, സൂപ്പർ നാച്ചുറൽ പീസ് വന്നങ്ങ് പൊതിയുക. സൂപ്പർ നാച്ചുറൽ പീസ്. സാധാരണ ഭയപ്പെട്ട് പേടിച്ച് വിറച്ച് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യത്തിനകത്ത് ഭയങ്കരമായൊരു സമാധാനം. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ സൈറ്റാനിക് ആയിട്ടുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ, ഈ മന്ത്രവാദിനി വിച്ചസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളുണ്ട്. അപ്പം അവർ സോഴ്സറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പരസ്യമായിട്ട് അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവർ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ വലിയ ഡെലിവറൻസും ഹീലിംഗും നടക്കുന്ന ശുശ്രൂഷയാണ്. അപ്പം അതിനെതിരെ അവരൊരു കംപ്ലൈൻറ്റ് കൊടുക്കും, നമ്മൾ ഇവരെ ഹരാസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഇത് വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ അത് വന്ന സമയത്ത് സാത്താന്റെ ഗ്രൂപ്പുകൾ, സാത്താനിക സേനകൾ ഇങ്ങനെ അവർ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്ന സമയത്ത് വാസ്തവത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതാണ്. പക്ഷെ എനിക്ക് ഭയമല്ല വരുന്നത്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സമാധാനം ഉള്ളോട്ട് വരും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം. ആ സമാധാനം അതിനു മുമ്പ് വന്നിട്ടില്ല. ആ സമാധാനം അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരു സമാധാനമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അനുഭവിക്കുവാൻ, നിങ്ങൾ കടന്നു പോകുന്ന സഹനത്തിന്റെ നടുവിൽ, വെല്ലുവിളികൾക്ക് നടുവിൽ കർത്താവ് ഒരുക്കുന്ന ചില വിടുതലുകളുണ്ട്. നിങ്ങളുടെ ശത്രുക്കളുടെ നടുവിൽ ഞാൻ നിനക്ക് മേശയൊരുക്കുന്നു, വിരുന്നൊരുക്കുന്നു. ശത്രുവിന്റെ നടുവിൽ മേശയൊരുക്കുന്നവനെ, വിരുന്നൊരുക്കുന്നവനാണ് കർത്താവ്. പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെ ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. അപ്പൊ ക്ലേശങ്ങൾ വരുന്ന എന്തിനാ? അതിനകത്ത് ഈ ഒരു സമാശ്വാസം അനുഭവിച്ചുകൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമാശ്വസിപ്പിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ ശുശ്രൂഷ. അപ്പൊ ഞാൻ കർത്താവ് എന്തിന് ഈ സാത്താനെ പൂജിക്കുന്ന ആരാധിക്കുന്ന ടീംസും ഈ വിച്ചസും സോഴ്സറും ഒക്കെ പരിശുദ്ധാത്മാഭിഷേകം നടക്കുന്ന ശുശ്രൂഷയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? അവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടത്. പിന്നെ എനിക്ക് അതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ മീറ്റിംഗ്, എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കണം. അപ്പം ഞാൻ ആ മീറ്റിങ്ങിന് പോകാൻ നേരത്ത് ഞാൻ പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹോളി സ്പിരിറ്റ്, യു സ്പീക്ക് ത്രൂ മീ, ഐ ഡോണ്ട് വറി, ഐ ആം നോട്ട് വറീഡ് അബൌട്ട്. ഈശോയുടെ ശരീരമാകുന്ന സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമ്മുടെ കോൺഫിഡൻസ്. മനുഷ്യൻ തരുന്ന കോൺഫിഡൻസ് അല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. കർത്താവ് എന്നാ പറഞ്ഞു? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഇപ്പൊ എക്സാമിനൊക്കെ പോകുന്ന ആൾക്കാർ, നിങ്ങളുടെ എക്സാം ഒരു വലിയ ജയന്റ് ആയിട്ടൊന്നും കാണരുത്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കർത്താവ് അതിനേക്കാളും വലിയവനാണ്. എക്സാമിനേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. നിന്റെ പ്രതിസന്ധികളെക്കാളും വലിയവനാണ് കർത്താവ്. നിന്റെ പ്രതിസന്ധികൾക്ക് വലിപ്പം ഉണ്ടെങ്കിൽ, നിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിപ്പം ഉണ്ടെങ്കിൽ, അതിനേക്കാളും വലിയവനാകുന്നവൻ നിന്റെ കൂടെ വന്നിരിപ്പുണ്ട്. ആ ദൈവം നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുക, എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ നിനക്ക് അനുകൂലമായിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആ അനുകൂലതയുടെ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി നിമിഷം പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രാർത്ഥന ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണേ. അതൊരു ഇപ്പൊ സമയത്തായി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ഇതുണ്ട്, അതിനുവേണ്ടി പോവുകയാണ് ഉടൻ തന്നെ. പക്ഷെ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും എല്ലാ വിഷയങ്ങളിലും വെളിപ്പെടട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കട്ടെ. ഏതോ ഒരു വ്യക്തി വളരെയധികം നിരാശപ്പെട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. കർത്താവെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ ഈ അവസ്ഥയ്ക്ക് എന്നാണ് ഒരു മാറ്റം വരുന്നത്? ഒരു മാറ്റവും വരുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച കാര്യമാണ് ഈശോ നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് നൽകുന്നത്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു മർത്തായെയും അവളുടെ ലാസറിനെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അപ്പം ലാസറിന്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലൂടെ ലാസർ കടന്നു പോകുവാനുള്ള കാരണം, ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു പവർ അവിടെ വെളിപ്പെടണമായിരുന്നു. ലാസറിന്റെ രോഗസൗഖ്യം യേശുവിന് കൊടുക്കായിരുന്നു. യേശു
വിദൂരത്ത് നിന്ന് ആൾക്കാർക്ക് സൗഖ്യം കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ലാസറിന് സൗഖ്യം ആ സമയത്ത് കൊടുക്കാഞ്ഞ്? കാരണം അതിലും വലിയൊരു പവർ ലാസറിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു പവർ ലാസർ എൻകൗണ്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകം അത് കാണേണ്ടതായിട്ടുണ്ട് ആ പവറിന്. അപ്പം ആ പവർ എന്നുള്ളത്, ഈ ദൈവത്തിൻ്റെ വിശ്വാസം, ദൈവിക വിശ്വാസം എന്നുള്ളത്, ഇത് നമ്മൾ വ്യക്തിപരമായി നമുക്ക് അനുഭവിക്കുന്ന ഈ സ്പിരിച്വൽ റലം നമ്മളെ സഹായിക്കുന്നതൊക്കെ, ഇത് നമുക്കും നമ്മുടെ ആത്മാവിനും നമുക്കും അത് അനേകർക്കും ഒരു സാക്ഷ്യമായി തീരുന്നതിന് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അത്തരത്തിലൊരു ദിവസമായി തീരട്ടെ. ദാനിയേൽ സിംഹക്കുഴിയിൽ വീണപ്പോൾ സിംഹത്തിന്റെ വായെ പൂട്ടിയ ഒരു ദൈവത്തെ നമുക്കറിയാം. ശദ്രക് മേശക് അബേദ്നെഗോ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടെ അതിനെ പുറത്തല്ല, ആ തീക്കകത്തേക്ക് ഇറങ്ങി വരിക. നീ ഏത് പ്രതിസന്ധിക്കുള്ളിലേക്ക് കടന്നു പോകുന്നോ അതിനകത്തേക്ക് ആൾ വരുവാണ്. ഹീസ് കമ്മിങ് ടു ബി വിത്ത് യു ഇൻ ദാറ്റ് സിറ്റുവേഷൻ. വാട്ട് എ ലവിങ് ഫാദർ ഹീസ്. എത്ര സ്നേഹമുള്ള ഒരു അപ്പനാന്ന് നോക്കി. ഇത് ഓരോ വിശ്വാസി അനുഭവിച്ചറിയുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഈ ഒരു അവസ്ഥയ്ക്കുള്ളിലേക്ക് ആളങ്ങ് ഇറങ്ങി വരും. ഞാൻ പപ്പ മരിച്ചു പോയ സമയത്ത് ഞാനിപ്പോഴും ഓർമ്മ, പെട്ടെന്നൊരു പപ്പാടം പറഞ്ഞു. ആ സമയത്ത് എല്ലാം തകിടം മറിയുന്ന പോലത്തെ ഒരു അവസ്ഥ വരുവാണ്. പപ്പ പൈസ കൊടുത്തിട്ടുള്ളവരെല്ലാവരും കൈയൊഴിഞ്ഞു. നമ്മൾ ബാങ്കിൽ അടയ്ക്കാൻ പൈസ ഉണ്ട്. ഒരു ബിസിനസ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആളും മരിക്കുമായിരുന്നു. അപ്പം അതെല്ലാം കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ. ഞാൻ ഒരൊറ്റ മകൻ, എനിക്കിതെല്ലാം ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരുപാട് ചോദ്യങ്ങൾ, ഇതിനെല്ലാം ഡീൽ ചെയ്യേണ്ട അവസ്ഥയിൽ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ ഞാൻ ഇതെന്നാ ചെയ്യേണ്ടത്? എൻ്റെ ഫോണിലോട്ട് ആൾക്കാർ തുരുതുരെ വിളിക്കുകയാണ്. എനിക്കൊരു ക്ലൂ ഇല്ല. എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് വെരി യങ് ഏജ്, 28 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് 29 വയസ്സ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു കാര്യം, വൺ തിങ് ഇസ് നീഡഡ്. ഒരൊറ്റ കാര്യം ആവശ്യമായിട്ടുള്ളൂ. നിനക്ക് അനുകൂലമായിട്ട് ഞാനുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുന്ന സമയത്ത് ഓരോ ദിവസത്തിനും വേണ്ടി ആ കൃപ അങ്ങ് വെളിപ്പെടുമായിരുന്നു. അത്ഭുതകരമായ കർത്താവ് നമ്മളെ വഴി നടത്തും. അത്ഭുതകരമായിട്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്. ഹീ വിൽ ഹെൽപ്പ് യു ഔട്ട്. ഇതിന് ഒരാളുടെ നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് ഈ ഒരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മുടെ ആ പ്രതിസന്ധിക്ക് ഉള്ളിൽ ആൾ കടന്നു വരും. ആൾ കടന്നു വന്ന് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി ഇടപെടും. നമ്മൾ പോലും അറിയാതെ ആൾ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മൾ പോലും അറിയാതെ വെള്ളത്തെ ആൾ വീഞ്ഞാക്കും. നമ്മൾ കൈപ്പേറിയതാവുമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, സിറ്റുവേഷനുകളെ കർത്താവ് മധുരമുള്ളതാക്കി തീർക്കും. ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ കർത്താവിന്റെ അഭിഷേക്തൻ തിമോത്തിയോസ് പറയുകയാണ്, നമുക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക മനുഷ്യനായ യേശു ക്രിസ്തു. കാരണം മനുഷ്യന്റെ വ്യതകളും വേദനകളും വിഷമങ്ങളും അവനറിയാം. പരിപൂർണ മനുഷ്യനായി കടന്നു വന്നവനാണ് ആ യേശു. നമ്മളെ നോക്കി പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി. പൗലോസേ, നിനക്കെൻ്റെ കൃപ മതി. അനീഷയെ, നിനക്കെൻ്റെ കൃപ മതി. ശ്രീകലയെ, നിനക്കെൻ്റെ കൃപ മതി. മാത്യുവെ, നിനക്കെൻ്റെ കൃപ മതി. സിന്ധുവെ, നിനക്കെൻ്റെ കൃപ മതി. നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ ആവസിക്കുന്നത്. ബലഹീനമാക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ശക്തരാകുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സൈറ്റാനിക് ഗ്രൂപ്പുകളും ഇവരെല്ലാം ഈ എതിർപ്പ് വന്ന സമയത്ത്, അക്യൂസേഷൻ വരുന്ന സമയത്ത് മാനുഷികമായി ചിന്തിക്കുവാണെങ്കിൽ ഭാരപ്പെടാം. അയ്യോ, ഇനി അങ്ങനെ മുമ്പോട്ട് പോകും നമ്മുടെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഭയങ്കര ഒരു സമാധാനം കർത്താവിൽ നിന്ന് കടന്നു വരിക. അപ്പം ഇന്ന് ആ ഒരു അവരുടെ അടുത്ത് നമ്മൾ പൗലോസ്ലീഹയൊക്കെ നിന്ന പോലെ ഇന്ന് അധികാരികളുടെ അടുത്ത് ചെന്ന് നമ്മൾ കർത്താവിൻ്റെ വചനമായിട്ട് നിന്നത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ സമയത്ത് പരിശുദ്ധാത്മാവാണ് എൻ്റെ വിറ്റ്നസ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവിടുന്ന് നമ്മളെ അഭിഷേകം ചെയ്യുന്നു. അപ്പോസ്തലന്മാരോട് യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ജെറുസലേമിലും സമരിയായാലും ജൂദയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളാകും. ഉറങ്ങാൻ കഴിയാത്തവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. കടഭാരത്തിൽ വലയുന്നവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ നിങ്ങൾക്ക് ആ ഭാരത്തെ അതിജീവിച്ച് അതിനെ മറികടന്ന് പറന്നുയരാൻ പറ്റും. ഒരു ഭാരത്തിനും നിന്നെ വാഴാൻ പറ്റത്തില്ല. നിന്നെ വാഴുവാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ, അത് കർത്താവായ ഈശോയ്ക്ക് മാത്രമാണ്. സാത്താൻ നോക്കുന്ന പരിപാടിയെല്ലാം ഈ ഭൂമിയിൽ എന്തെങ്കിലും ഇട്ട് നിന്നെ ഒന്ന് വാഴാൻ. ഭാരം, ആകുലത, അസ്വസ്ഥത, കുടുംബജീവിതത്തിലെ ഭാരം, മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാരം, കടഭാരം, ഇപ്പൊ ലോകത്ത് യുദ്ധം നടക്കുന്നു അതിന്റെ ഭാരം. പണ്ടൊരു പള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര ഭാരമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ അറിയാതെ പറഞ്ഞു പോയൊരു കാര്യം. അങ്ങനെ ഒരുപാട് ഭാരപ്പെടുവാണ്. ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ഭൂമി നിൽക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഒരു ചെറിയ ഉൽക്ക വന്ന് വീണ് കഴിഞ്ഞാൽ എല്ലാം തീരും. ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് 15 മിനിറ്റ് കൊണ്ട് വേൾഡ് വാർ വന്നു കഴിഞ്ഞാൽ എല്ലാം തവിട് പൊടിയാവുന്നത്. 15 മിനിറ്റ് മതി വേൾഡ് വാർ വന്നു കഴിഞ്ഞാൽ, കൂടുതൽ സമയമൊന്നും വേണ്ട.
അപ്പോൾ ഭാരപ്പെടാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഭാരപ്പെടാനുണ്ട്. എന്നാൽ നമ്മൾ ഈ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കണം. പത്രോസിലെ പറയുക, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ നിങ്ങൾ ആരെ വിഴുങ്ങണം. സിംഹം എവിടെയെങ്കിലും ആരെങ്കിലും വിഴുങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ അതിന് തൊട്ട് മുൻപ് പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകൾ ദൈവത്തെ ഏൽപ്പിക്കുവാൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇന്ന് ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ കടന്നു പോകുന്ന വിഷയം, നിങ്ങൾ കടന്നു പോകുന്നതിന് മുൻപ് തന്നെ ദൈവം കണ്ടിട്ടുണ്ട്, ദൈവം മനസ്സിലാക്കിയിട്ടുണ്ട്, ദൈവം അറിഞ്ഞിട്ടുണ്ട്. നിനക്ക് വേണ്ടി വിടുതൽ ഒരുക്കുന്ന ദൈവം നിനക്ക് മുൻപേ കടന്നുപോയി മലകൾ നിരപ്പാക്കിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ 45-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവിടുന്ന് നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും. ഈ മലകൾ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു വലിയ വിഷയത്തെ കാണുമ്പോഴത്തേക്കും നമുക്കിത് മറികടക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ചിന്തിക്കും, അയ്യോ ഈ മല ഞാൻ കയറി അതിൻ്റെ മുകളിൽ കയറി താഴോട്ട് ഇറങ്ങണം, ഇതെങ്ങനെ കയറും, എനിക്ക് പറ്റത്തില്ല ദൈവമേ. നമ്മൾ സ്ട്രെസ്ഡാണ്, ടെൻഷനാണ്. നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടിരുന്ന ഈ മല പോലത്തെ വിഷയത്തെ യേശു എന്നാ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ മലയോട് പോയി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മലയെ കർത്താവ് എടുത്ത് മാറ്റിക്കളയുന്നു. നിങ്ങൾക്ക് മുമ്പേ ഞാൻ കടന്നുപോയ മലകളെ നിരപ്പാക്കും. ഇന്ന് എത്ര വലിയ മല പോലെ നിൽക്കുന്ന വിഷയമാണെങ്കിലും, വ്യക്തികളാണെങ്കിലും, എതിർപ്പുകളാണെങ്കിലും, സാഹചര്യങ്ങളാണെങ്കിലും, അതിനെ അനുകൂലമാക്കുന്ന ഒരു മൈറ്റി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് മൂവിങ് ഹിയർ റൈറ്റ് നൗ. പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകം, വലിയൊരു ശക്തി നമ്മുടെ നടുവിലൂടെ നിമിഷം വ്യാപരിക്കുന്നു. ഭയപ്പെടേണ്ടെന്ന് കർത്താവ് പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കരുത്, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. യേശുവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ അതിശക്തമായ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ നടുവിലൂടെ ഇറങ്ങി നിൽക്കുന്നതിനായി, വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഈശോയെ, അങ്ങയുടെ ശരീരമാകുന്ന മക്കൾ, യേശുവിൻ്റെ സഭ യേശുവിൻ്റെ ശരീരമാണല്ലോ. യേശുവിൻ്റെ ശരീരത്തിന് വേണ്ടത് യേശുവിൽ നിന്ന് ലഭിക്കുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങളെ ശാഖകളുമാകുന്നുവെന്ന് പറഞ്ഞവനിൽ നിന്ന്, ഞങ്ങളുടെ കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ നിമിഷം കടന്നു വരുന്നല്ലോ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കും. യേശു തന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ, ടെറ്റലസ്റ്റായിലൂടെ, സകലതും പൂർത്തീകരിച്ചതിലൂടെ തന്റെ ഭൗതിക ശരീരത്തിൽ എന്നെയും നിങ്ങളെ അനുരഞ്ജിപ്പിച്ചു. നൗ വി ആർ വൺ ബോഡി. ഇത് യേശു മരിച്ചതിലൂടെ സംഭവിച്ച കാര്യമാണ്. ക്രൂശിൽ, കൊളോസസ് 1:22, ക്രൂശിൽ യേശു മരിച്ച സമയത്ത് ആ മരണത്തിലൂടെ നിന്നെ എന്നെ ദൈവത്തിന്റെ ഭൗതിക ശരീരത്തിൽ അനുരഞ്ജിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രൂശിനെ തള്ളിപ്പറയുന്നവർക്ക് ഈ ഒരു കാര്യത്തെ പിടികിട്ടുന്നില്ല. ദേ ലൂസിങ് ദ പവർ. ഇവിടെ ദൈവത്തിന്റെ ശരീരത്തിൽ നമ്മൾ അനുരഞ്ജിപ്പിച്ചു. ഇത് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്കും, നമ്മുടെ ആത്മാവിലേക്കും, മനസ്സിലേക്കും, ശരീരത്തിലേക്കും കടന്നു വരികയാണ്. ഇന്ന് ആ ക്രിസ്തുവിന്റെ ശക്തി, ക്രിസ്തുവിൽ നിന്നുള്ള ശക്തി, ആ കൃപയുടെ ശക്തിയെ നമുക്ക് സ്വീകരിക്കാം. ആ കൃപയുടെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം. ഒരു നിമിഷം സ്ക്രീനിലോട്ടൊന്ന് കരഞ്ഞിട്ടുകയും, ഇന്ന് യേശുവേ, ഇന്ന് ഈ നിമിഷം ഓരോ മക്കളെ, അജീഷിനെ സമർപ്പിക്കുന്നു, കടഭാരത്തിൽ വലയുന്ന അജീഷിനെ, മേരി ലിന മെറിലിനെ സമർപ്പിക്കുന്നു, സുനിൽ വാസുദേവനെ സമർപ്പിക്കുന്നു. കർത്താവെ, സുനിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, യുദ്ധം എത്രയും വേഗം, ഈ യുദ്ധത്തിനകത്ത്, ഈ യുദ്ധത്തെ കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൽ എല്ലാവരും കടന്നു പോകുന്ന യുദ്ധം, ലോകത്ത് നടക്കുന്ന വാറുകൾ മാത്രമല്ല, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങളെല്ലാം ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ, കർത്താവ് അത് ഏറ്റെടുക്കുന്നതിനായി നന്ദി പറയും. പുറപ്പാട് 15:15, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ശ്രീകല കൊരോത്തിനെ സമർപ്പിക്കുന്നു. വലിയ പ്രതിസന്ധിയിലാണ്. യേശു ആ പ്രതിസന്ധിയെ കാണുന്നു. ആ പ്രതിസന്ധികൾക്കുള്ളിലേക്ക് യേശുവിന്റെ ശക്തി സ്ത്രീകൾക്ക് വേണ്ടി ഇതാ കടന്നു വരും. വിശ്വസിക്കുക. ജിജി സിബി, പ്ലീസ് പ്രേ ഫോർ മൈ ബെനഫിറ്റ്. പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ലൈല ജസ്റ്റിൻ, പ്ലീസ് പ്രേ ഫോർ മൈ ഡോട്ടർ. യേശുവെ, ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകളിലേക്ക് ദൈവമഹത്വം വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുനാമത്തിൽ. സിന്ധു മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലേക്ക് ഈശോയുടെ വലിയ ശക്തി ഈ നിമിഷം കടന്നു വരുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഷിബി ജെയ്മോന്റെ മകളുടെ ഹസ്ബൻഡിനും ഡോക്ടറിനെ ഹസ്ബൻഡിനെ സമർപ്പിക്കുന്നു. ആ വിവാഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. രേഷ്മ മനുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകളിലേക്ക് പരിശുദ്ധാത്മാവെ വലിയൊരു അഭിഷേകമായി ഈ നിമിഷം, സ്വർഗത്തിന്റെ ഒരു വലിയ അഭിഷേകം രേഷ്മയിലേക്ക് സ്വർഗം ഈ നിമിഷം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റീന ചാക്കോ എംപ്രൽ, എന്റെ മകന്റെ വിസ, ആ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ തടസ്സങ്ങളും കർത്താവ് ക്രൂശിലെ പരിഹാര ബലിയിലൂടെ എടുത്തു മാറ്റിയതിനായി ഞങ്ങൾ നന്ദി പറയും. ഈശോ, ഈ ഒരു വചനം തരുന്ന കേട്ടോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്.
യാത്ര ചെയ്യുന്ന കർത്താവ് കാണിക്കുന്നത്. യാത്ര ചെയ്യുമ്പോഴും ഭയം കൂടാതെ യാത്ര ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം, ആരൊക്കെയോ യാത്രകളെ ഭയപ്പെടുന്നു ഈ നിമിഷം. ഭയപ്പെടരുത്. ഞാനൊരു പ്രാവശ്യം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആള് യാത്ര നടക്കുമെന്ന് പോലും അറിയാൻ വരാത്ത സമയത്ത് ഈശോ എന്നെ കാണിക്കുന്നത് ആള് ആ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടർബുലൻസ് ഉണ്ടാകുന്ന കർത്താവ് കാണിക്കും. അപ്പൊ ഞാൻ നിങ്ങൾ ഭയപ്പെടരുത്. എയർപ്ലെയിൻ ഇരിക്കുമ്പോഴും ഭയപ്പെടരുത്. ചിലപ്പോൾ ടർബുലൻസ് ഒക്കെ ഉണ്ടാവും, ഭയപ്പെടരുത്. കർത്താവ് ഇതിന്റെ അപ്പുറവും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുൻപേ അറിഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ച സമയത്താണോ ഈ ഭൂമിയിലോട്ട് വന്നത്? അല്ല, ഞാനുമല്ല നിങ്ങളുമല്ല. വചനം പറയണം, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുൻപേ അവിടുന്ന് നമ്മളെ അറിഞ്ഞിരുന്നു. നമ്മുടെ അപ്പനെ അറിയാം, അമ്മയെ അറിയാം, നമ്മുടെ ലൈഫിൽ കടന്നു പോകുന്ന സകല ചലഞ്ചസിനെയും കർത്താവിനെ അറിയാം. എന്നാൽ ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒരു എക്സാം ആകട്ടെ, ഒരു ട്രാവലിംഗ് കാര്യമാകട്ടെ, നമ്മുടെ ഒരു ജീവിതത്തിൽ കടന്നു പോകുന്ന ചലഞ്ച് ആകട്ടെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫാദർ മരിച്ചു പോയ സമയത്ത് വലിയ ചലഞ്ചായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു കരം കൂടെ വന്ന് നിൽക്കുവാണ്. ആ കരമാണ് തരുന്ന ശക്തി. ആ കരം ഉള്ളിലോട്ട് പറയും, ഐ ലവ് യു സോ മച്ച്. ആ കരം നമുക്ക് വലിയൊരു ബലം നൽകുകയാണ്. ആ ശബ്ദം താങ്ങി നിർത്തുകയാണ്. ആ ശബ്ദമാണ് യേശു, ആ ശക്തിയാണ് യേശു. അവരെല്ലാവരിലും ഉണ്ട്. അതാണ് വചനത്തെ നമ്മൾ കാണുന്നത്. ക്രിസ്തു എല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കുമാണ്. അവൻ എല്ലാവരുടെയും എല്ലാമാണ്. അവനൊരു മതത്തിന്റെ ആളല്ല, അവൻ എല്ലാവർക്കും എല്ലാമായി തീർന്നവനാണ്. ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അഭിഷേകം നിറഞ്ഞ ഈ ഒരു സമയം നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കുടുംബ പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ ഇങ്ങനെ വഴക്കുകളും പോരുകളും ഒക്കെ നടക്കുന്ന ആൾക്കാർ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, അതിനകത്തോട്ട് കർത്താവിന് കൃപ ദൈവം അയക്കുന്നു. കർത്താവിന് കർത്താവ് വലിയ കൃപ ആ വിഷയത്തിലേക്ക് കടന്നു വരുവാണ് കേട്ടോ. വലിയ കൃപ. വസ്തുസംബന്ധമായ തർക്കങ്ങൾ കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ, സഹോദരങ്ങളുമായിട്ട് സംസാരിക്കാതെ മുടങ്ങിക്കിടക്കുന്ന, ഒരു വിവാഹത്തിന് പോലും പോകത്തില്ലാത്ത രീതിയിൽ വലിയ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചില വീടുകൾക്കുള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ നിമിഷം കടന്നു വരുന്നു കേട്ടോ. നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ ഈശോ പറയുകയാണ്. ഈ അടുത്ത നാളുകൾ നിങ്ങളുടെ വീട്ടിൽ നാരാണ്ടൊക്കെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പക്ഷെ ദൈവം വിളിക്കുവാണ് ചില ആൾക്കാരെ, ലെറ്റ് ഗോ ആൻഡ് ഫൊർഗീവ് ആൻഡ് റിസീവ് മൈ പവർ. ലോകത്തിലേക്ക് നോക്ക്, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുക. ഈ ലോകത്തിന് ഒന്നുമല്ല നിക്ഷേപം. യഥാർത്ഥ നിക്ഷേപം യേശുക്രിസ്തുവിലുള്ള സമ്പത്താണ്. ആ യേശുക്രിസ്തുവിലുള്ള സമ്പത്ത് നമ്മൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷമിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന കർത്താവിൻ്റെ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകമാണ് ഏറ്റവും വലിയ നിധി. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗം എന്ന് പറയുന്നത് അഭിഷേകം അനുഭവിക്കുന്നവന് കൂടുതൽ അഭിഷേകമാണ്. ആ അഭിഷേകം അനുഭവിക്കുന്നവനാണ് കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ, ആ സ്നേഹിക്കാനുള്ള അഭിഷേകം ഈ നിമിഷം അവൻ പകരുന്നു. എതിർത്ത് നിൽക്കുന്നവരെ അനുഗ്രഹിക്കുവാനുള്ള ഒരു അഭിഷേകം ഈ നിമിഷം അവൻ പകരുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഓരോ മക്കളെ സമർപ്പിക്കുകയാണ് കർത്താവ്. റീന സിജിലിനെ സമർപ്പിക്കുന്നു, ജോൺ സീറോയെ സമർപ്പിക്കുന്നു, ബിന്ദു ജോസിനെ ഫാമിലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സുഭാഷ് പി കെനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെയും യേശുവെ അവിടുത്തെ കരുതലിലേക്ക്, കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് ഞങ്ങളെ ചുറ്റി വലയം ചെയ്ത് നിൽക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. സുഭാഷ് പി കെക്ക് വേണ്ടി ഈശോയുടെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ശബ്ദിക്കും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കടന്നു വരും. ഇവിടെ പല പേജുകൾ ഒത്തിരി ദൈവമക്കൾ പ്രയർ റിക്വസ്റ്റ് ഇടുന്നുണ്ട്. എല്ലാവരും ഇനിയും പ്രയർ റിക്വസ്റ്റ് ഇടുന്ന സഹോദരങ്ങളെയൊക്കെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ ശുശ്രൂഷകൾ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടക്കുന്ന ശുശ്രൂഷകൾ ഒരു ഹരാസ്മെന്റ് ആണെന്ന് പറഞ്ഞ് ആന്റി ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും സൈറ്റാനിക് ഗ്രൂപ്പുകളൊക്കെ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കാൻ പോകണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് ഉണ്ട് പാശ്ചാത്യ ലോകത്ത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ശുശ്രൂഷകൾ നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ചിലരത് വിശ്വസിക്കും, ചിലരത് വിശ്വസിക്കത്തില്ല. അവിടെ ഒക്കെ നമ്മൾ സംയമനത്തോടെ ഈശോയുടെ നാമത്തെ ഉയർത്തുവാനുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളി. അപ്പോൾ ആ സഹനത്തിൻ്റെ മധ്യേ കർത്താവിനെ ഉയർത്തുവാനുള്ള കൃപയ്ക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം ഞാനിപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ദൈവത്തിൻ്റെ നീതിയും കരവും വെളിപ്പെട്ട് അവിടെ നമ്മൾ നടക്കുന്ന ഈ ശുശ്രൂഷകൾ തുടർന്ന് മുൻപോട്ട് പോകുവാനുള്ള ആ ഒരു ഫേവറും, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാൻ, അവിടെ അനീഷല്ല സംസാരിക്കണം. യേശു പറഞ്ഞു, ആ മണിക്കൂറിൽ ആ സമയത്തോ നിങ്ങൾ എന്ത് പറയണമെന്നോർത്ത് ഭാരപ്പെടാൻ എൻ്റെ പിതാവിൻ്റെ ആത്മാവ് തന്നെ നിങ്ങളിലൂടെ സംസാരിക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതിനകത്തൊക്കെ കർത്താവ് വിജയം തന്നിരിക്കുകയാണ്. കൊറിന്തോസുകാർക്ക് ലേഖനത്തിൽ പൗലോസിനെ പഠിപ്പിക്കുന്നില്ല, എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന
ദൈവത്തിന് സ്തുതി. ഇപ്പൊ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം പരത്താനുള്ള അവസരങ്ങളാണ് ഇതെല്ലാം. ഇന്ന് കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളും കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം പരത്തുന്നതിനുള്ള അവസരങ്ങളായിത്തീരും. പിതാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുകയാണ്. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇടപെടുന്ന വ്യക്തികളുടെ ഇടയിലും ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളിലും കർത്താവിന്റെ വലിയ മഹത്വം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കീപ് us also in